പ്രഭാഷകൻ അധ്യായം 26. ഉത്തമയായ ഭാര്യയുള്ളവൻ ഭാഗ്യവാൻ, അവൻ്റെ ആയുസ് ഇരട്ടിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു, അവൻ സമാധാനത്തോടെ ആയുസ് തികയ്ക്കും. ഉത്തമയായ ഭാര്യ മഹത്തായ അനുഗ്രഹമാണ്, കർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിൽ ഒന്നാണ് അവൾ. ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവൻ്റെ ഹൃദയം സന്തുഷ്ടവും അവൻ്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും. 3 കാര്യങ്ങൾ എനിക്ക് ഭയമാണ്, 4ാമതൊന്ന് എന്നെ നടുക്കുന്നു. നഗരത്തിൽ പരന്ന അപകീർത്തി, ആൾക്കൂട്ടത്തിൻ്റെ മുമ്പിൽ വെച്ചുള്ള വിസ്താരം, വ്യാജസാക്ഷ്യം, ഇവ മരണത്തേക്കാൾ ഭയാനകമാണ്. മറ്റൊരു വേളിൽ ഭാര്യയ്ക്ക് തോന്നുന്ന അസൂയ ഹൃദയവേദനയും ദുഃഖവും ഉണ്ടാക്കുന്നു. അവളുടെ വാക്പ്രഹരം അത് പരസ്യമാക്കുന്നു. ദുഷ്ടയായ ഭാര്യ ഉരസുന്ന നുകം പോലെയാണ്, അവളെ സ്വീകരിക്കുന്നത് തേളിനെ പിടിക്കുന്നത് പോലെയാണ്. ഭാര്യയുടെ മദ്യപാനം പ്രകോപനമുളവാക്കുന്നു, അവൾ അവമതി മറച്ചു വയ്ക്കുകയില്ല. സ്വൈരിണിയായ ഭാര്യയെ കാമാർത്ഥമായ കടാക്ഷത്തിലൂടെ തിരിച്ചറിയാം. ദുശാഠ്യക്കാരിയായ പുത്രിയെ കർക്കശമായി നിയന്ത്രിക്കുക. സ്വാതന്ത്ര്യം അവൾ ദുരുപയോഗപ്പെടുത്തും. അവളുടെ നിർലജ്ജമായ നോട്ടത്തിൽ കരുതൽ വേണം. അവൾ നിന്നെ വഞ്ചിച്ചാൽ അത്ഭുതമില്ല. ദാഹാർത്തനായ പഥികൻ കിട്ടുന്നിടത്തു നിന്നെല്ലാം കുടിക്കുന്നത് പോലെ അവൾ ഏത് വേലിക്കരികിലും ഇരിക്കും, ഏത് അസ്ത്രത്തിനും ആവനാഴി തുറന്നു കൊടുക്കും. ഭാര്യയുടെ വശ്യത ഭർത്താവിനെ പ്രമോദിപ്പിക്കുന്നു, അവളുടെ വൈഭവം അവനെ പുഷ്ടിപ്പെടുത്തുന്നു. മിതഭാഷിണിയായ ഭാര്യ കർത്താവിൻ്റെ ദാനമാണ്. സുശിക്ഷിതമായ ഹൃദയത്തെപ്പോലെ അമൂല്യമായി മറ്റൊന്നില്ല. ശാലീനത ഭാര്യയുടെ സൗഷ്ഠവം അതീവ വർദ്ധമാനമാക്കുന്നു. നിർമ്മലമായ ഹൃദയത്തിൻ്റെ മൂല്യം നിർണയാതീതമാണ്. കർത്താവിൻ്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യനെ പോലെയാണ് ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമയായ ഭാര്യയുടെ സൗന്ദര്യം. വിശുദ്ധമായ തണ്ടിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് സുഭഗമായ ശരീരത്തിൽ മനോഹരമായ മുഖം. രജതപീഠത്തിലെ സുവർണ സ്തംഭങ്ങൾ പോലെയാണ് നിശ്ചയദാർഢ്യമുള്ളവൻ്റെ മനോഹരമായ കാലുകൾ. അങ്ങനെ നിന്റെ സന്തതി നിലനിൽക്കും. തങ്ങളുടെ ആഭിജാത്യത്തിൽ അടിയുറച്ച് അവർ മഹനീയരാകും. വേശ്യ തുപ്പലിനേക്കാൾ വിലകെട്ടതാണ്, വിവാഹിത കാമുകർക്ക് ശവപ്പുരയാണ്. ദൈവഭയമില്ലാത്ത ഭാര്യ അധാർമികന് പറ്റിയ തുണ, ഭക്ത ദൈവഭക്തന് തുണയും. നിർലജ്ജയായ സ്ത്രീ സദാ നിന്ദ്യമായി വർത്തിക്കുന്നു, വിനയവതി ഭർത്തൃസന്നിധിയിലും സങ്കോചം കാണിക്കും. ധിക്കാരിണിയായ ഭാര്യ ശ്വാവിന് സദൃശയാണ്, ശാലീനയായ ഭാര്യ കർത്താവിനെ ഭയപ്പെടുന്നു. ഭർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യയെ സകലരും വിവേകവതിയായി കാണും. അവനെ അഹമ്മതി പൂണ്ട് അവഹേളിക്കുന്നവൾ അധർമ്മിണിയായി എണ്ണപ്പെടും. ഉത്തമയായ സ്ത്രീയുടെ ഭർത്താവ് സന്തുഷ്ടനാണ്, അവൻ്റെ ആയുസ് ഇരട്ടിക്കും. 2 കാര്യങ്ങളെക്കുറിച്ച് എൻ്റെ ഹൃദയം ദുഃഖിക്കുന്നു, 3ാമതൊന്ന് എന്നെ കോപിപ്പിക്കുന്നു. ദാരിദ്ര്യത്താൽ ക്ലേശിക്കുന്ന പടയാളി, നിന്ദിക്കപ്പെടുന്ന ജ്ഞാനി, നീതി വെടിഞ്ഞ് പാപമാർഗത്തിൽ ചരിക്കുന്നവൻ, അവനുവേണ്ടി കർത്താവ് വാളൊരുക്കുന്നു. കച്ചവടക്കാരന് കാപട്യത്തിൽ നിന്നൊഴിഞ്ഞിരിക്കുക ദുഷ്കരം, വ്യാപാരിക്ക് നിഷ്കളങ്കനാവുക പ്രയാസം. പ്രഭാഷകൻ അധ്യായം 27. നിസാര ലാഭത്തിനു വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെയുണ്ട്. ദ്രവ്യാഗ്രഹി പലതും കണ്ടില്ലെന്ന് നടിക്കുന്നു. കല്ലുകൾക്കിടയിൽ കുറ്റി ഉറച്ചിരിക്കുന്നത് പോലെ ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപം ഉറയ്ക്കുന്നു.
ദൈവഭക്തിയിൽ ദൃഢതയും തീഷ്ണതയും ഇല്ലാത്തവൻ്റെ ഭവനം അതിവേഗം നശിക്കും. ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യൻ്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കും. കുശവൻ്റെ പാത്രങ്ങൾ ചൂളയിലെന്ന പോലെ മനുഷ്യൻ ന്യായവാദത്തിലൂടെ പരിശോധിക്കപ്പെടുന്നു. വൃക്ഷത്തിൻ്റെ ഫലം കർഷകൻ്റെ സാമർഥ്യം വെളിവാക്കുന്നു. ചിന്തയുടെ പ്രകടനം മനുഷ്യൻ്റെ സ്വഭാവത്തെയും. ഒരുവൻ്റെ ന്യായവാദം കേൾക്കാതെ അവനെ പുകഴ്ത്തരുത്. അതാണ് മനുഷ്യനെ പരീക്ഷിക്കാനുള്ള മാർഗം. നീതിയെ പിന്തുടർന്നാൽ നിനക്കത് ലഭിക്കും. മഹനീയ അങ്കി പോലെ അത് ധരിക്കുക. പക്ഷികൾ സ്വന്തം വർഗത്തോട് കൂട്ടം ചേരുന്നത് പോലെ സത്യസന്ധത സത്യസന്ധനോട് ചേരുന്നു. സിംഹം ഇരയ്ക്കു വേണ്ടി പതിയിരിക്കുന്നു, പാപം പാപിയെ കാത്തിരിക്കുന്നു. ദൈവഭക്തന്റെ വിവേകം സുദൃഢമാണ്. മൂഢന് ചന്ദ്രനെ പോലെ മാറ്റം സംഭവിക്കുന്നു. മൂഢനെ വിട്ടൊഴിയാൻ നോക്കുക, ബുദ്ധിമാനെ വിട്ടുപോകരുത്. ഭോഷന്റെ സംസാരം നിന്ദ്യവും അവൻ്റെ ചിരി അനിയന്ത്രിതവും പാപകരവുമാണ്. ആണയിടുന്നവരുടെ സംസാരം കേൾക്കുമ്പോൾ രോമഹർഷമുണ്ടാകുന്നു. അവരുടെ കലഹം കേൾക്കുന്നവൻ ചെവി പൊത്തുന്നു. അഹങ്കാരികളുടെ മത്സരം രക്തച്ചൊരിച്ചിലിന് ഇടയാക്കുന്നു. അവരുടെ ദൂഷണം കർണകഠോരമാണ്. രഹസ്യം പാലിക്കാത്തവന് വിശ്വസ്തത നഷ്ടപ്പെടുന്നു. അവന് ആപ്തമിത്രമുണ്ടാവുകയില്ല. സുഹൃത്തിനെ സ്നേഹിക്കുകയും അവനോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുക. നീ അവൻ്റെ രഹസ്യം വെളിപ്പെടുത്താൻ ഇടയായാൽ അവനോടുകൂടെ നടക്കരുത്. എന്തെന്നാൽ ശത്രുവിനെ നശിപ്പിക്കുന്നത് പോലെ നീ അയൽക്കാരൻ്റെ സൗഹൃദം നശിപ്പിച്ചു. കയ്യിലിരുന്ന പക്ഷിയെ തുറന്നു വിടുന്നത് പോലെ നീ അയൽക്കാരനെ അകറ്റി. അവനെ വീണ്ടും കിട്ടുകയില്ല. പിന്തുടരാനാകാത്ത വിധം അവൻ അകന്നിരിക്കുന്നു. വലയിൽ നിന്ന് മാൻ എന്ന പോലെ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. മുറിവാണെങ്കിൽ വെച്ചുകെട്ടാം. ദൂഷണത്തിന് ശേഷവും അനുരഞ്ജന സാധ്യതയുണ്ട്. രഹസ്യം വെളിപ്പെടുത്തിയാൽ പിന്നെ പ്രതീക്ഷയ്ക്ക് വകയില്ല. കണ്ണ് ചെമ്മുന്നവൻ തിന്മ നനയ്ക്കുന്നു. അവനെ തടയാൻ ആർക്കും കഴിയുകയില്ല. നീ കേൾക്കെ അവൻ മധുരമായി സംസാരിക്കും. നിന്റെ വാക്കുകളെ അവൻ ശ്ലാഘിക്കും. എന്നാൽ പിന്നീട് അവൻ സ്വരം മാറ്റും. നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ കുടുക്കും. ഞാൻ വെറുക്കുന്ന പലതുമുണ്ട്, എന്നാൽ ഒന്നും അവന് തുല്യമല്ല. കർത്താവ് പോലും അവനെ വെറുക്കും. നേരെ മുകളിലേക്ക് കല്ലെറിയുന്നവൻ തൻ്റെ തലയിലേക്ക് തന്നെയാണ് എറിയുന്നത്. ചതിപ്രയോഗം ചുറ്റും മുറിപ്പെടുത്തുന്നു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. താൻ വച്ച കണിയിൽ താൻ തന്നെ കുടുങ്ങും. താൻ ചെയ്ത തിന്മ തൻ്റെ മേൽ തന്നെ പതിക്കും. അത് എവിടെ നിന്ന് വന്നെന്ന് അവൻ അറിയുകയില്ല. അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു. പ്രതികാരം സിംഹത്തെ പോലെ അവന് വേണ്ടി പതിയിരിക്കുന്നു. ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കെണിയിൽ കുടുങ്ങും. മരണത്തിനു മുമ്പ് വേദന അവനെ വിഴുങ്ങും. കോപവും ക്രോധവും മ്ലേച്ഛമാണ്. അവ എപ്പോഴും ദുഷ്ടനോടുകൂടെയുണ്ട്. പ്രഭാഷകൻ അധ്യായം 28. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല. അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പകവച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെപ്പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക.
നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകൾ അനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക. അത്യുന്നതന്റെ ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക. കലഹത്തിൽ നിന്നൊഴിഞ്ഞാൽ പാപങ്ങൾ കുറയും. കോപിഷ്ഠൻ കലഹം ജ്വലിപ്പിക്കുന്നു. ദുഷ്ടൻ സ്നേഹിതനെ ദ്രോഹിക്കുകയും സമാധാനത്തിൽ കഴിയുന്നവരുടെ ഇടയിൽ ശത്രുത ഉളവാക്കുകയും ചെയ്യുന്നു. വിറകിനൊത്ത് തീ ആളുന്നു, ദുശാഠ്യത്തിനൊത്ത് കലഹം. കരുത്തിനൊത്ത് കോപം, ധനത്തിനൊത്ത് ക്രോധം. തിടുക്കത്തിലുള്ള വാഗ്വാദം അഗ്നി ജ്വലിപ്പിക്കുന്നു. പെട്ടെന്നുള്ള ഷണ്ഠ രക്തച്ചൊരിച്ചിൽ ഉളവാക്കുന്നു. ഊതിയാൽ തീപ്പൊരി ജ്വലിക്കും, തുപ്പിയാൽ കെട്ടുപോകും. രണ്ടും ഒരേ വായിൽ നിന്ന് തന്നെ വരുന്നു. പരദൂഷകനും ഏഷണിക്കാരനും ശപിക്കപ്പെട്ടവർ. സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. അപവാദം അനേകരെ തകർക്കുകയും ദേശാന്തരങ്ങളിലേക്ക് ചിതറിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രബല നഗരങ്ങളെ നശിപ്പിക്കുകയും ഉന്നതന്മാരുടെ ഭവനങ്ങൾ തട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. അപവാദം ധീരവനിതകളുടെ ബന്ധം വിച്ഛേദിക്കുകയും അവർക്ക് അധ്വാനഫലം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ചെയ്യുകയില്ല. ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാകും, നാവുകൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. വാൾത്തല അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്, നാവുകൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ്. അപവാദമേൽക്കാത്തവരും അതിൻ്റെ കോപത്തിന് ഇരയാകാത്തവരും അതിൻ്റെ നുകം വഹിക്കാത്തവരും അതിൻ്റെ ചങ്ങല വീഴാത്തവരും ഭാഗ്യവാന്മാർ. അതിൻ്റെ നുകം ഇരുമ്പും ചങ്ങല പിച്ചളയുമാണ്. അത് വരുത്തുന്ന മരണം ദുർമരണമാണ്. പാതാളമാണ് അതിനേക്കാൾ അഭികാമ്യം. ദൈവഭക്തന്റെ മേൽ അതിന് അധികാരമില്ല. അവൻ അതിൻ്റെ അഗ്നിയിൽ ദഹിക്കുകയുമില്ല. കർത്താവിനെ പരിത്യജിക്കുന്നവർ അതിൻ്റെ പിടിയിൽ അമരും. അത് അവരുടെ ഇടയിൽ കത്തിജ്വലിക്കും, കെടുത്താൻ കഴിയുകയില്ല. സിംഹത്തെപ്പോലെ അത് അവരുടെ മേൽ ചാടി വീഴും, പുലിയെപ്പോലെ അതവരെ ചീന്തിക്കളയും. നിങ്ങളുടെ ഭൂസ്വത്ത് മുള്ളുവേലി കൊണ്ട് സുരക്ഷിതമാക്കുക. സ്വർണവും വെള്ളിയും പൂട്ടി സൂക്ഷിക്കുക. വാക്ക് അളന്നു തൂക്കി ഉപയോഗിക്കുക. വായ്ക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവുകൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. പ്രഭാഷകൻ അധ്യായം 29. കരുണയുള്ളവൻ അയൽക്കാരന് കടം കൊടുക്കും. അവനെ തുണയ്ക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. അയൽക്കാരന് ആവശ്യം വരുമ്പോൾ കടം കൊടുക്കുക. നീ കടം വാങ്ങിയാൽ സമയത്തിന് തിരിച്ചു കൊടുക്കണം. വാക്കുപാലിച്ച് അയൽക്കാരനോട് വിശ്വസ്തത കാണിക്കുക. നിന്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറും. വീണ് കിട്ടിയ നിധി പോലെ കടത്തെ കരുതുന്ന വളരെ പേരുണ്ട്. അവർ തങ്ങളെ സഹായിക്കുന്നവർക്ക് ഉപദ്രവം വരുത്തും. കടം കിട്ടുന്നത് വരെ അയൽക്കാരൻ്റെ കൈ ചുംബിക്കുകയും അവൻ്റെ ധനത്തെപ്പറ്റി പുകഴ്ത്തിപ്പറയുകയും ചെയ്യുന്നവരുണ്ട്. കടം വീട്ടാറാകുമ്പോൾ താമസിപ്പിക്കുകയും നിരർത്ഥകമായ വാഗ്ദാനം നൽകുകയും സമയം പോരെന്ന് പരാതി പറയുകയും ചെയ്യുന്നു. നിർബന്ധം ചെലുത്തിയാലും കടം കൊടുത്തവന് കഷ്ടിച്ച് പകുതിയെ തിരിച്ചു കിട്ടുകയുള്ളൂ. അവനത് ഭാഗ്യമായി കരുതും. നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയവൻ പണം അപഹരിച്ചത് തന്നെ. ആവശ്യമില്ലാതെ അവനെ ശത്രുവാക്കുകയാണ്. നിന്നയും ശാപവർഷവും കൊണ്ടായിരിക്കും അവൻ കടം വീട്ടുക. മാനത്തിന് പകരം അപമാനം ലഭിക്കുന്നു. ഇത്തരം ദുഷ്ടത നിമിത്തം കടം കൊടുക്കാൻ പലരും മടിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ വഞ്ചിതരാകാൻ അവർ ഭയപ്പെടുന്നു. എങ്കിലും നിർധനരോട് കരുണ കാണിക്കണം. നിന്റെ ദാനത്തിനു വേണ്ടി കാത്തിരിക്കാൻ അവനിടയാകരുത്. കൽപ്പനകളെ പ്രതി ദരിദ്രനെ സഹായിക്കുക.
ആവശ്യക്കാരനായ അവനെ വെറുങ്കയോടെ അയക്കരുത്. സഹോദരനോ സ്നേഹിതനോ വേണ്ടി ധനം നഷ്ടപ്പെടുത്താൻ മടിക്കരുത്. കല്ലിനടിയിലിരുന്ന് അത് തുരുമ്പിച്ച് നഷ്ടപ്പെടാതിരിക്കട്ടെ. അത്യുന്നതൻ്റെ കൽപ്പനകളനുസരിച്ച് വേണം ധനം നേടാൻ. അത് സ്വർണത്തേക്കാൾ ലാഭകരമാണ്. ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം. എല്ലാ തിന്മകളിലും നിന്ന് അത് നിന്നെ രക്ഷിക്കും. ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ബലമേറിയ പരിചയേക്കാളും കനത്ത കുന്തത്തേക്കാളും അത് ഉപകരിക്കും. നല്ല മനുഷ്യൻ അയൽക്കാരന് വേണ്ടി ജാമ്യം നിൽക്കും. നാണം കെട്ടവനെ അവനെ വഞ്ചിക്കൂ. ജാമ്യക്കാരൻ്റെ കാരുണ്യം വിസ്മരിക്കരുത്. അവൻ തൻ്റെ ജീവനാണ് നിനക്ക് നൽകുന്നത്. ദുഷ്ടൻ ജാമ്യക്കാരൻ്റെ ഐശ്വര്യം നശിപ്പിക്കുന്നു. നന്ദിഹീനൻ തന്നെ രക്ഷിച്ചവനെ കൈവിടിയുന്നു. ജാമ്യം പലരുടെയും ഐശ്വര്യം നശിപ്പിച്ചിട്ടുണ്ട്. അതവരെ കടലിലെ തിരമാല പോലെ ഉലച്ചു. പ്രബലന്മാരെ നാടുകടത്തി വിദേശങ്ങളിൽ അലയാൻ ഇടയാക്കി. ലാഭേച്ഛ മൂലം ജാമ്യം നിൽക്കുന്ന ദുഷ്ടൻ വ്യവഹാരത്തിൽ കുടുങ്ങും. കഴിവിനൊത്ത അയൽക്കാരനെ സഹായിക്കുക. വീഴാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യുക. ജലം, ആഹാരം, വസ്ത്രം, സ്വൈര്യമായി പാർക്കാൻ ഒരിടം എന്നിവയാണ് ജീവിതത്തിൻ്റെ പ്രാഥമിക ആവശ്യങ്ങൾ. സ്വന്തം കുടിലിൽ ദരിദ്രനായി കഴിയുന്നതാണ് അന്യൻ്റെ ഭവനത്തിൽ സമൃദ്ധമായ ഭക്ഷണം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ദാക്ഷിണ്യം അനുഭവിക്കുന്നവൻ എന്ന ദുഷ്കീർത്തി വരരുത്. വീട് തണ്ടിയുള്ള ജീവിതം ശോചനീയമാണ്. വായ് പൊത്തി നിൽക്കേണ്ടി വരും. അന്യവീട്ടിൽ ആതിഥേയൻ ചമഞ്ഞ് നീ പാനീയം പകരും. എന്നാൽ നന്ദിയല്ല, പരുഷ വാക്കുകളായിരിക്കും നീ കേൾക്കുക. ഹേ മനുഷ്യ, വന്നു മേശയൊരുക്കൂ, എടുത്തു വിളമ്പൂ, ഞാൻ ഭക്ഷിക്കട്ടെ. ഈ മാന്യന് വേണ്ടി സ്ഥലം ഒഴിഞ്ഞു തരിക. എൻ്റെ സഹോദരൻ വന്നതിനാൽ വീട് എനിക്ക് ആവശ്യമുണ്ട്. പാർപ്പിടത്തെ സംബന്ധിക്കുന്ന ശകാരവും ഉത്തമർണൻ്റെ പരിഹാസവും വികാരവാനെ വ്രണപ്പെടുത്തുന്നു. പ്രഭാഷകൻ അധ്യായം 30. പുത്രനെ സ്നേഹിക്കുന്നവൻ അവനെ പലപ്പോഴും അടിക്കുന്നു. വളർന്നു വരുമ്പോൾ അവൻ പിതാവിനെ സന്തോഷിപ്പിക്കും. മകനെ ശിക്ഷണത്തിൽ വളർത്തുന്നവന് അവൻ മൂലം നന്മയുണ്ടാകും. സ്നേഹിതരുടെ മുൻപിൽ അവനെക്കുറിച്ച് അഭിമാനിക്കുകയും ചെയ്യും. മകനെ പഠിപ്പിക്കുന്നവൻ ശത്രുക്കളെ അസൂയാലുക്കളാക്കുന്നു. സ്നേഹിതരുടെ മുമ്പിൽ അവന് അഭിമാനിക്കാം. ആ പിതാവ് മരിച്ചാലും മരിക്കുന്നില്ല. തന്നെപ്പോലെ ഒരുവനെ അവൻ അവശേഷിപ്പിച്ചിട്ടുണ്ട്. ജീവിച്ചിരുന്നപ്പോൾ അവൻ മകനെ കണ്ട് സന്തോഷിച്ചു. മരിക്കുമ്പോൾ അവന് ദുഃഖമില്ല. ശത്രുക്കളോട് പകരം വീട്ടാനും സ്നേഹിതന്മാർക്ക് പ്രത്യുപകാരം ചെയ്യാനും അവൻ ഒരുവനെ അവശേഷിപ്പിച്ചിട്ടുണ്ട്. മകനെ വഷളാക്കുന്നവന് മുറിവ് വെച്ച് കെട്ടേണ്ടി വരും. അവൻ്റെ ഓരോ നിലവിളിയും പിതാവിനെ വേദനിപ്പിക്കും. മെരുക്കാത്ത കുതിര ദുശാഠ്യം കാണിക്കും. ശിക്ഷണം ലഭിക്കാത്ത പുത്രൻ തന്നിഷ്ടക്കാരനാകും. പുത്രനെ അമിതമായി ലാളിച്ചാൽ അവൻ നിന്നെ ഭയപ്പെടുത്തും. അവനോടുകൂടെ കളിക്കുക, അവൻ നിന്നെ ദുഃഖിപ്പിക്കും. അവനോടുകൂടെ ഉല്ലസിക്കരുത്, ഒടുക്കം നീ ദുഃഖിച്ച് പല്ല് ഞെരിക്കും. അവന് യൗവനത്തിൽ അധികാരം നൽകുകയോ അവൻ്റെ തെറ്റുകൾ അവഗണിക്കുകയോ അരുത്. ചെറുപ്പത്തിലെ തന്നെ അവനെ വിനയം അഭ്യസിപ്പിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുക. അല്ലെങ്കിൽ അവൻ അനുസരണമില്ലാത്ത നിർബന്ധബുദ്ധിയായി തീർന്ന് നിന്നെ ദുഃഖിപ്പിക്കും. മകൻ്റെ ലജ്ജാകരമായ പ്രവൃത്തികൾ നിമിത്തം ദുഃഖിക്കാതിരിക്കേണ്ടതിന് അവനെ ശിക്ഷണത്തിൽ വളർത്താൻ ശ്രദ്ധിക്കുക. കഠിനമായ ശാരീരിക വേദന അനുഭവിക്കുന്ന ധനികനേക്കാൾ രോഗദൃഢഗാത്രനായ ദരിദ്രനാണ് ഭാഗ്യവാൻ. ആരോഗ്യം സ്വർണത്തേക്കാൾ ശ്രേഷ്ഠമാണ്.
ബലിഷ്ഠമായ ശരീരം അളവറ്റ ധനത്തെക്കാളും ശരീരത്തിൻ്റെ ആരോഗ്യത്തെക്കാൾ മെച്ചപ്പെട്ട സമ്പത്തോ ഹൃദയാനന്ദത്തിലുപരിയായ സന്തോഷമോ ഇല്ല. ദുരിതപൂർണമായ ജീവിതത്തേക്കാൾ മരണവും മാറാരോഗത്തേക്കാൾ നിത്യവിശ്രമവും മെച്ചപ്പെട്ടതാണ്. വിശപ്പില്ലാത്തവൻ്റെ മുമ്പിൽ വിളമ്പിയ വിഭവങ്ങൾ ശവകുടീരത്തിൽ നിവേദിച്ച ഭക്ഷണപദാർത്ഥങ്ങൾ പോലെയാണ്. വിഗ്രഹത്തിന് ഫലങ്ങൾ അർപ്പിക്കുന്നത് കൊണ്ട് എന്ത് പ്രയോജനം? ഭുജിക്കാനോ ഘ്രാണം ആസ്വദിക്കാനോ അതിന് കഴിവില്ല. കർത്താവിനാൽ പീഡിതനാകുന്നവനും അങ്ങനെ തന്നെ. അവൻ ഭക്ഷണപദാർത്ഥങ്ങൾ നോക്കി ഏങ്ങിക്കരയുന്നു. കന്യകയെ ആലിംഗനം ചെയ്തിട്ട് വിലപിക്കുന്ന ഷണ്ടനെ പോലെ തന്നെ. നീ അമിതമായി ദുഃഖിക്കുകയോ നിന്നെ തന്നെ മനഃപൂർവ്വം പീഡിപ്പിക്കുകയോ അരുത്. ഹൃദയാനന്ദം ഒരുവന്റെ ജീവനും സന്തോഷം അവന്റെ ആയുസ്സും ആണ്. ദുഃഖമകറ്റി ആത്മാവിനെ സന്തോഷിപ്പിക്കുകയും ഹൃദയത്തെ ആശ്വസിപ്പിക്കുകയും ചെയ്യുക. ദുഃഖം അനേകരെ നശിപ്പിച്ചിട്ടുണ്ട്, അത് നിഷ്പ്രയോജനമാണ്. അസൂയയും കോപവും ജീവിതത്തെ വെട്ടിച്ചുരുക്കുന്നു. ഉത്കണ്ഠ അകാല വാർദ്ധക്യം വരുത്തുന്നു. സന്തോഷവും നന്മയും നിറഞ്ഞവൻ ഭക്ഷണം ആസ്വദിക്കുന്നു. Chapter 26. Happy the husband of a good wife, twice lengthened are his days. A worthy wife brings joy to her husband, peaceful and full is his life. A good wife is a generous gift bestowed upon him who fears the Lord. Be he rich or poor, his heart is content, and a smile is ever on his face. There are 3 things at which my heart quakes, a 4th before which I quail. Though false charges in public, trial before all the people, and lying testimony are harder to bear than death. A jealous wife is heartache and mourning, and a scourging tongue like the other 3. A bad wife is a chafing yoke. He who marries her seizes a scorpion. A drunken wife arouses great anger, for she does not hide her shame. By her eyelids and her haughty stare, an unchaste wife can be recognized. Keep a strict watch over an unruly wife, lest, finding an opportunity, she make use of it. Follow close if her eyes are bold, and be not surprised if she betrays you. As a thirsty traveler with eager mouth drinks from any water that he finds, so she settles down before every tent peg and opens her quiver for every arrow. A gracious wife delights her husband, her thoughtfulness puts flesh on his bones. A gift from the Lord is her governed speech, and her firm virtue is of surpassing worth. Choicest of blessings is a modest wife, priceless her chaste person. Like the sun rising in the Lord's heavens, the beauty of a virtuous wife is the radiance of her home. Like the light which shines above the holy lampstand are her beauty of face and graceful figure. Golden columns on silver bases are her shapely limbs and steady feet. These 2 bring grief to my heart, and the 3rd arouses my horror. A wealthy man reduced to want, illustrious men held in contempt, and the man who passes from justice to sin, for whom the Lord makes ready the sword. A merchant can hardly remain upright, nor a shopkeeper free from sin. Chapter 27. For the sake of profit many sin, and the struggle for wealth blinds the eyes. Like a peg driven between fitted stones, between buying and selling, sin is wedged in. Unless you earnestly hold fast to the fear of the Lord, suddenly your house will be thrown down. When a sieve is shaken, the husks appear. So do a man's faults when he speaks. As the test of what the potter molds is in the furnace, so in his conversation is the test of a man. The fruit of a tree shows the care it has had. So too does a man's speech disclose the bent of his mind. Praise no man before he speaks, for it is then that men are tested. If you strive after justice, you will attain it, and put it on like a splendid robe. Birds nest with their own kind, and fidelity comes to those who live by it. As a lion crouches in wait for prey, so do sins for evildoers.
Ever wise are the discourses of the devout, but the godless man, like the moon, is inconstant. Limit the time you spend among fools, but frequent the company of thoughtful men. The conversation of the wicked is offensive, their laughter is wanton guilt. Their oath-filled talk makes the hair stand on end, their brawls make one stop one's ears. Wrangling among the haughty ends in bloodshed, their cursing is painful to hear. He who betrays a secret cannot be trusted, he will never find an intimate friend. Cherish your friend, keep faith with him, but if you betray his confidence, follow him not, for as an enemy might kill a man, you have killed your neighbor's friendship. Like a bird released from the hand, you have let your friend go, and cannot recapture him. Follow him not, for he is far away, he has fled like a gazelle from the trap. A wound can be bound up, and an insult forgiven, but he who betrays secrets does hopeless damage. He who has shifty eyes plots mischief, and no one can ward him off. In your presence he uses honeyed talk, and admires your every word, but later he changes his tone, and twists your words to your ruin. There is nothing that I hate so much, and the Lord hates him as well. As a stone falls back on him who throws it up, so a blow struck in treachery injures more than one. As he who digs a pit falls into it, and he who lays a snare is caught in it, whoever does harm will be involved in it without knowing how it came upon him. Mockery and abuse will be the lot of the proud, and vengeance lies in wait for them like a lion. The trap seizes those who rejoice in pitfalls, and pain will consume them before they die. Wrath and anger are hateful things, yet the sinner hugs them tight. Chapter 28. The vengeful will suffer the Lord's vengeance, for he remembers their sins in detail. Forgive your neighbor's injustice, then when you pray, your own sins will be forgiven. Should a man nourish anger against his fellows and expect healing from the Lord? Should a man refuse mercy to his fellows, yet seek pardon for his own sins? If he who is but flesh cherishes wrath, who will forgive his sins? Remember your last days, set enmity aside, remember death and decay, and cease from sin. Think of the commandments, hate not your neighbor, of the Most High's covenant, and overlook faults. Avoid strife, and your sins will be fewer, for a quarrelsome man kindles disputes, commits the sin of disrupting friendship, and sows discord among those at peace. The more wood, the greater the fire, the more underlying it, the fiercer the fight. The greater a man's strength, the sterner his anger, the greater his power, the greater his wrath. Pitch and resin make fires flare up, and insistent quarrels provoke bloodshed. If you blow upon a spark, it quickens into flame. If you spit on it, it dies out, yet both you do with your mouth. Cursed be gossips and the double-tongued, for they destroy the peace of many. A meddlesome tongue subverts many, and makes them refugees among the peoples. It destroys walled cities, and overthrows powerful dynasties. A meddlesome tongue can drive virtuous women from their homes, and rob them of the fruit of their toil. Whoever heeds it has no rest, nor can he dwell in peace. A blow from a whip raises a welt, but a blow from the tongue smashes bones. Many have fallen by the edge of the sword, but not as many as by the tongue. Happy he who is sheltered from it, and has not endured its wrath, who has not borne its yoke, nor been fettered with its chains. For its yoke is a yoke of iron, and its chains are chains of bronze. Dire is the death it inflicts, besides which even the nether world is a gain. It will not take hold among the just, nor scorch them in its flame. But those who forsake the Lord will fall victims to it, as it burns among them unquenchably. It will hurl itself against them like a lion, like a panther, it will tear them to pieces. As you hedge round your vineyard with thorns, set barred doors over your mouth. As you seal up your silver and gold, so balance and weigh your words. Take care not to slip by your tongue, and fall victim to your foe waiting in ambush. Chapter 29. He does a kindness who lends to his neighbor, and he fulfills the precepts who holds out a helping hand.
Lend to your neighbor in his hour of need, and pay back your neighbor when a loan falls due. Keep your promise. Be honest with him, and you will always come by what you need. Many a man who asks for a loan adds to the burdens of those who help him. When he borrows, he kisses the lender's hand and speaks with respect of his creditor's wealth. But when payment is due, he disappoints him and says he is helpless to meet the claim. If the lender is able to recover barely half, he considers this an achievement. If not, he is cheated of his wealth and acquires an enemy at no extra charge. With curses and insults, the borrower pays him back with abuse instead of honor. Many refuse to lend, not out of meanness, but from fear of being cheated. To a poor man, however, be generous. Keep him not waiting for your alms. Because of the precept, help the needy, and in their want do not send them away empty-handed. Spend your money for your brother and friend, and hide it not under a stone to perish. Dispose of your treasure as the Most High commands, for that will profit you more than the gold. Store up almsgiving in your treasure house, and it will save you from every evil. Better than a stout shield and a sturdy spear, it will fight for you against the foe. A good man goes surety for his neighbor, and only the shameless would play him false. Forget not the kindness of your backer, for he offers his very life for you. The wicked turn a pledge on their behalf into misfortune, and the ingrate abandons his protector. Going surety has ruined many prosperous men, and tossed them about like waves of the sea, has exiled men of prominence, and sent them wandering through foreign lands. The sinner through surety comes to grief, and he who undertakes too much falls into lawsuits. Go surety for your neighbor according to your means, but take care lest you fall thereby. Life's prime needs are water, bread, and clothing, a house, too, for decent privacy. Better a poor man's fare under the shadow of one's own roof than sumptuous banquets among strangers. Be it little or much, be content with what you have, and pay no heed to him who would disparage your home. A miserable life it is to go from house to house, for as a guest you dare not open your mouth. The visitor has no thanks for filling the cups. Besides, you will hear these bitter words, "Come here, stranger, set the table, give me to eat the food you have. Away, stranger, for one more worthy, for my brother's visit I need the room." Painful things to a sensitive man are abuse at home and insults from his creditors. Chapter 30. He who loves his son chastises him often, that he may be his joy when he grows up. He who disciplines his son will benefit from him, and boast of him among his intimates. He who educates his son makes his enemy jealous, and shows his delight in him among his friends. At the father's death he will seem not dead, since he leaves after him one like himself, whom he looks upon through life with joy, and even in death without regret. The avenger he leaves against his foes, and the one to repay his friends with kindness. He who spoils his son will have wounds to bandage, and will quake inwardly at every outcry. A colt untamed turns out stubborn. A son left to himself grows up unruly. Pamper your child, and he will be a terror for you. Indulge him, and he will bring you grief. Share not in his frivolity, lest you share in his sorrow, when finally your teeth are clenched in remorse. Give him not his own way in his youth, and close not your eyes to his follies. Bend him to the yoke when he is young, thrash his sides while he is still small, lest he become stubborn, disobey you, and leave you disconsolate. Discipline your son, make heavy his yoke, lest his folly humiliate you. Better a poor man, strong and robust, than a rich man with wasted frame. More precious than gold is health and well-being, contentment of spirit than coral. No treasure greater than a healthy body, no happiness than a joyful heart. Preferable is death to a bitter life, unending sleep to constant illness. Dainties set before one who cannot eat are like the offerings placed before a tomb.
What good is an offering to an idol that can neither taste nor smell? So it is with the afflicted man who groans at the good things his eyes behold. Do not give in to sadness, torment not yourself with brooding. Gladness of heart is the very life of man. Cheerfulness prolongs his days. Distract yourself, renew your courage, drive resentment far away from you. For worry has brought death to many, nor is there aught to be gained from resentment. Envy and anger shorten one's life. Worry brings on premature old age. One who is cheerful and gay while at table benefits from his food.